8/125 ഹോൾ ഘാതം 2/3 ഇൻറ്റു 5/2 ഹോൾ സ്ക്വയറിൻ്റെ വില കാണുക. 8നെ നമുക്ക് 2 ഘാതം 3 എന്ന് എഴുതാം. 2 ക്യൂബ് 8 അതുപോലെ 125നെ 5 ക്യൂബ് എന്ന് എഴുതാം. 5 ക്യൂബ് 125. അപ്പോൾ 8ന് 2 ക്യൂബ് എന്ന് എഴുതി, 125ന് 5 ക്യൂബ് എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഒരു കൃതിയുണ്ട്, അത് മുകളിൽ 2/3 അതുപോലെ എഴുതുക. ഇൻറ്റു ഇവിടെ 5/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5നും സ്ക്വയർ എടുക്കണം, 2നും സ്ക്വയർ എടുക്കണം. അപ്പോൾ 5² 2². ഇനി 2 ക്യൂബ് 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ അംശത്തിൻ്റെ കൃതി 3 ഛേദത്തിൻ്റെ കൃതി 3. അംശത്തിനും ഛേദത്തിനും ഒരേ കൃതിയാണ്. അപ്പോൾ നമുക്ക് 2/5 എന്ന് എഴുതിയിട്ട് ഒന്നിച്ചിട്ട് ഈ കൃതി എഴുതിയാൽ മതി. 3, അതായത് 2/5 ഹോൾ ഘാതം 3. കാരണം 2ൻ്റെ കൃതി 3, 5ൻ്റെ കൃതി 3. അപ്പോൾ 2/5 എന്ന് എഴുതിയിട്ട് ഈ കൃതി പൊതുവായി എഴുതുക 3 എന്നെഴുതി. പക്ഷേ അതിൻ്റെ മുകളിൽ മറ്റൊരു കൃതിയുണ്ട്, അത് വേറെ എഴുതണം. ഹോൾ ഘാതം 2/3 ഇൻറ്റു 5ൻ്റെ സ്ക്വയർ 25/2ൻ്റെ സ്ക്വയർ 4. ഇനി ഇത് 2/5 ഹോൾ ഘാതം 3 ഹോൾ ഘാതം 2/3 എ ഘാതം എം ഹോൾ ഘാതം എൻ. ഒരു പാദസംഖ്യ 2 കൃതി, ഒരു പാദസംഖ്യ 2 കൃതി. നമ്മൾ എന്താ ചെയ്യണത്? പാദസംഖ്യ എഴുതി കൃതികൾ തമ്മിൽ ഗുണിച്ചു. അതുപോലെ അവിടെ പാദസംഖ്യ എഴുതുക, 2 പാദസംഖ്യ 2/5 എന്നിട്ട് കൃതികൾ തമ്മിൽ ഗുണിക്കുക. ഏതൊക്കെ കൃതികൾ? 3ഉം 2/3 ഗുണിക്കുക. 3 ഇൻറ്റു 2/3 ഇൻറ്റു 25/4. 2/5 ഹോൾ ഘാതം ഈ 3 ഇൻറ്റു 2/3 പറഞ്ഞാൽ നമുക്ക് 3 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 2, അതായത് സ്ക്വയർ എന്നാവും. 2/5 ഹോൾ സ്ക്വയർ ഇൻറ്റു 25/4. ഈ 2/5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2നും സ്ക്വയർ എടുക്കണം, 5നും സ്ക്വയർ എടുക്കണം. 2ൻ്റെ സ്ക്വയർ 4/5ൻ്റെ സ്ക്വയർ 25 ഇൻറ്റു 25/4. 4 വെട്ടിക്കളയാം, 25 വെട്ടിക്കളഞ്ഞാൽ ഉത്തരം 1.